റൈറ്റ്, അപ്പോൾ ഗുഡ് മോർണിംഗ് യൂത്ത് ഫോർ മിഷൻസിൻ്റെ ആടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങളെ എല്ലാം ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എഫേസ്യ ലേഖനത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അടുത്ത സെഷനോടെ കഴിയുമ്പോൾ, അടുത്ത ആഴ്ച കഴിയുമ്പോൾ എഫേസ്യ ലേഖനം ദൈവം അനുവദിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത ആഴ്ചത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗം നിങ്ങൾ ആരും മിസ് ചെയ്യരുത് എന്ന് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല മേഖലകളിൽ, അതായത് ബന്ധങ്ങളിൽ എങ്ങനെയാണ് നാം കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഭാര്യമാർ, പിന്നെ പറഞ്ഞു ഭർത്താക്കന്മാർ, ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ, അതിനുശേഷം അടിമകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ലേബർ റിലേഷൻസിനെ നമുക്ക് പറയാനൊക്കത്തുള്ളൂ, അത് തമ്മിലുള്ള ബന്ധങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, അധികം സമയമെടുക്കത്തില്ല എങ്കിലും, കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, മാതാപിതാക്കൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് വളരെ പെട്ടെന്ന് പൗലോസിൻ്റെ ഭാഷയിൽ 6-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ളതും, പിന്നെ ജോലി സ്ഥലത്ത് നാം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അത് ഒരുപക്ഷെ ബോസ് ആയിരിക്കാം, ഒരുപക്ഷെ സബോർഡിനേറ്റ് ആയിരിക്കാം, ഏത് ആണെങ്കിലും എങ്ങനെയായിരിക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെ ഇന്ന് ഒരുമിച്ചുള്ള നമ്മുടെ വിഷയം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഔട്ട്ലൈൻ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം വന്നിരിക്കുന്നത് 5-ാമത്തെ അധ്യായം കഴിഞ്ഞു. ഇപ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വളരെ വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാം. അടുത്ത സെഷൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വാർഫെയർ, ആത്മീയ പോരാട്ടം. എങ്ങനെയായിരിക്കണം ഒരു ആത്മീയൻ, എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതും അതിന് അനുസരിച്ച് എങ്ങനെയാണ് നാം നമ്മെ തന്നെ ഒരുക്കേണ്ടതും എന്നുള്ളതാണ് അടുത്ത പ്രാവശ്യത്തെ വിഷയം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അതുകൊണ്ട് നിങ്ങളത് മിസ് ചെയ്യാതെ വരണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആട്ടെ, നാളെ നമ്മുടെ കൊച്ചിയിൽ ടെൻറ്റ് ഉണ്ട്, ഉണർവ് ടെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് വേർഷിപ്പ് ആൻഡ് വേർഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയണം, താല്പര്യമുള്ളവരൊക്കെ പോകണം. പ്രത്യേകിച്ച് നാളെ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം യബ്ബേസിൻ്റെ പ്രാർത്ഥന, ദ പ്രെയർ ഓഫ് ജേബസ്. ഒരു വേദനയിൽ നിന്ന് എങ്ങനെയാണ് ദൈവം ഒരു പ്രാർത്ഥന മുഖാന്തരം തൻ്റെ ജീവിതത്തെ മാത്രമല്ല തൻ്റെ കുടുംബത്തെ മുഴുവൻ മാറ്റിയത് എന്നുള്ളതായിരിക്കും നമ്മൾ നാളെ ഒരുമിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് ലെറ്റ് യുവർ ഫ്രണ്ട്സ് നോ. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ഇംഗ്ലീഷ് വേർഷിപ്പ് ആൻഡ് വേർഡ് താല്പര്യമുള്ള ആളുകൾക്ക് വരാൻ വേണ്ടി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ റെഗുലറായി പതിവായി തെറ്റിക്കാതെ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണ് ക്ലാരമ്മ ആൻറ്റി. നിങ്ങൾക്കറിയാം, നമ്മൾ അനേകം നാളുകൾ ആൻറ്റിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ആൻറ്റിക്ക് ലിവർ ക്യാൻസർ ആയിരുന്നു. പിന്നെ ഈ ആഴ്ച നമ്മളെ വിട്ടുപോയി. ഞാൻ ദുബായിലായിരുന്നു, കൊണ്ട് എനിക്ക് ഭവനത്തിൽ പോവുകയോ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനോ സാധിച്ചില്ല. നമുക്കൊരു കാര്യം അറിയാം, ക്ലാരമ്മ ആൻറ്റി എപ്പം നമ്മുടെ ബൈബിൾ സ്റ്റഡി വന്നാലും പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ പറയും, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഐ ആം ഹാപ്പി. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കർത്താവിലുള്ള പ്രത്യാശ. നമ്മുടെ ഈ ലോകത്തെ വാസം എന്ന് പറയുന്നത് അധികം നാളൊന്നുമില്ല. ദൈവം ക്ലാരമ്മ ആൻറ്റിക്ക് നല്ലൊരു ഫുൾ ലൈഫ് കൊടുത്തു. അതുകൊണ്ട് കൊച്ചുമോടെ എനിക്കൊന്ന് വിവാഹത്തിന് പോകാനും ഒക്കെ ദൈവം സഹായിച്ചു. അതുകൊണ്ട് ഷീ ഹാഡ് എ ഫുൾ ലൈഫ്. എന്നാൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ബാക്കി ഒന്നും ഉറപ്പ് വരുത്തിയില്ലെങ്കിലും നമ്മുടെ നിത്യത എവിടാന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. എവറിത്തിങ് എൽസ് ഇസ് ടെമ്പററി, അല്ലേ? ബാക്കിയുള്ളതെല്ലാം നല്ലതാണ്. ദൈവം തരുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായിട്ടും നമുക്ക് സ്തോത്രം ചെയ്യാനും അത് എൻജോയ് ചെയ്യാനും ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. പക്ഷെ അതിലൊക്കെ ഉപരിയായി നമ്മുടെ നിത്യത, വേർ വിൽ ആർ ഇറ്റേണിറ്റി ബി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ക്ലാരമ്മ ആൻറ്റിക്ക് ആ ഉറപ്പ് ദൈവം കൊടുത്തു. നമ്മുടെ ഈ ഒരു സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിൽ വിൽ മിസ് ഹർ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ, കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ വിട്ട് ആളുകൾ പോവും. എൻ്റെ പിതാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇപ്പം അപ്പുറത്താണ് കൂടുതൽ പേരും. ഐ ഹാവ് മോർ ഫ്രണ്ട്സ് ഓൺ ദി അതർ സൈഡ് എന്ന് പറയും. പ്രായം കൂടുന്തോറും വി വിൽ ഹാവ് മോർ ഫ്രണ്ട്സ് ഓൺ ദി അതർ സൈഡ്. പക്ഷെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു ദിവസം ഈ ഞാൻ എപ്പോഴും പറയുന്ന ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കൊണ്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് അല്ല, നിത്യത വരെ നിൽക്കുന്ന റിലേഷൻഷിപ്പ്. അതുകൊണ്ട് സാറ്റർഡേ ബൈബിൾ സ്റ്റഡി നിന്ന് പോയാലും ഒരു ദിവസം നമുക്ക് കാണാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് എല്ലാവർക്കും തരും. ദാറ്റ് ഈസ് ദ കോൺഫിഡൻസ് വി ഹാവ് ഇൻ ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ മഹത്വമാണ് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ദൈവം തരുന്ന ഉറപ്പ്. ആട്ടെ, കഴിഞ്ഞ ആഴ്ച ഷാർജ കൺവെൻഷനിൽ നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. അതിനായിട്ട് നന്ദി പറയുകയാണ്. ശാരീരികമായി എനിക്ക് ഒരുപാട് ക്ഷീണം അന്നും ഇന്നും ഉണ്ടെങ്കിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്സ് 3 ദിവസവും കർത്താവ് സഹായിച്ചു.
നമ്മുടെ സഹോദരങ്ങളെയൊക്കെ കാണാൻ പറ്റി. വലിയ സന്തോഷം. നമ്മുടെ സന്തോഷ് ബ്രദറും ജയകുമാർ ബ്രദറും മനു ബ്രദറും സിമി സിസ്റ്ററും പിന്നെ ജസ്വിനും, എനിക്ക് തോന്നുന്നു പറയാൻ തുടങ്ങിയ ഇഷ്ടം പോലെ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റി. അത് വലിയ വലിയ സന്തോഷമാണ്. അങ്ങനെ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റുന്നതും ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ ആഴ്ച എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ നോൺ സ്റ്റോപ്പ് പോകുമ്പോൾ നമുക്ക് ശാരീരികമായ ക്ഷീണങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടിന്യൂ ചെയ്യണം, പ്രാർത്ഥിക്കാൻ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അടുത്തത് ഈ എഫേസ്യ ലേഖനം കഴിഞ്ഞിട്ട് എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ളത് എൻ്റെ സോഷ്യൽ മീഡിയയിലോ വാട്സാപ്പിലോ ഒക്കെ ഒന്ന് ഇട്ടേക്കണം. നമുക്ക് ഏതാ പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ചിന്തിക്കണം ഇത് കഴിഞ്ഞിട്ട്, എഫേസ്യ ലേഖനം കഴിയുമ്പോൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓർഡർ, ദ ഡിവൈൻ ഓർഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കുടുംബത്തിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ഓർഡർ? ക്രിസ്തു ഭർത്താവിൻ്റെ തലയാണ്. ഭർത്താവിൻ്റെ എന്താണ് റെസ്പോൺസിബിലിറ്റി? ഒന്ന്, കുടുംബത്തെ കാക്കുക എന്നുള്ളത്, കുടുംബത്തെ ആത്മീയമായി നയിക്കുക എന്നുള്ളത്, കുടുംബത്തിന് വേണ്ടി കരുതുക എന്നുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. ഭർത്താവ്, പിന്നെ പറയുന്ന ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടവളായിരിക്കണം. എന്താണ് കീഴ്പ്പെടുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടു. ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? കംഫർട്ട്, ടീച്ച്, പഠിപ്പിക്കുക, നേച്ചർ, അതാണ് ഭാര്യയുടെ ഉത്തരവാദിത്തം. അവസാനം വരുന്നത് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് കുഞ്ഞുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി? കുഞ്ഞുങ്ങൾക്ക് 2 റെസ്പോൺസിബിലിറ്റി. ഒന്ന്, അപ്പനമ്മമാരെ മാനിക്കുക, ബഹുമാനിക്കുക. 2, അപ്പനമ്മമാരെ അനുസരിക്കുക. 2 things, ഒബേ ആൻഡ് ഓണർ. ഓക്കെ, ഇതെന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ബഹുമാനിക്കുക എന്നുള്ളതും എന്താണ് അനുസരിക്കുക എന്നുള്ളത് നമ്മൾ ഇന്ന് ഒരുമിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ആട്ടെ, നമ്മുടെ ടെക്സ്റ്റിലേക്ക് കടക്കാം. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 3 വരെ. എഫേഷ്യൻസ് 6:1-3. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോടു കൂടെ ആദ്യ കൽപ്പന ആകുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന വാക്യമാണ് അല്ലേ? നിനക്ക് ദീർഘായുസ് ഉണ്ടാകും, നിനക്ക് നന്മ ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയും നീ ബഹുമാനിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മക്കൾ എന്ന് പറഞ്ഞാൽ ടെക്ന എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഓഫ് സ്പ്രിങ്, കടിഞ്ഞൂല്. ചെറിയ കുട്ടികൾ മാത്രമല്ല എന്ന് പറഞ്ഞാൽ നാം കടിഞ്ഞൂലായിരിക്കുന്ന കാലത്തോളം പാലിക്കേണ്ട വാക്യമാണ് എഫേസ്യ ലേഖനം 1 മുതൽ 3 വരെ. ഓക്കെ, ഇപ്പം എനിക്ക് പ്രായമായി, ഇനിയിപ്പം ഞാനിതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഒക്കത്തില്ല. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം മക്കൾ ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഓക്കെ, അതുകൊണ്ട് ഇതെല്ലാ ഓഫ് സ്പ്രിങ്ങിങ്ങും ഉള്ളതാണ്. ഇവിടെ 2 വിഷയങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. 1, അനുസരണം. 2, ബഹുമാനം. ഓക്കെ, ഇത് രണ്ടുമാണ് കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അനുസരണം, പിന്നെ ബഹുമാനം. ഒബേ ആൻഡ് ടു ഓണർ. അനുസരണം എന്ന് പറയുന്നത് ആക്ഷനാണ്. ഒബേ ഈസ് ടു ഡു വിത്ത് ആക്ഷൻ. ബഹുമാനം എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഡു വിത്ത് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. ഓക്കെ, സോ ഒബീഡിയൻസ് ഇസ് വിത്ത് ആക്ഷൻ. അത് നമുക്ക് ആക്ഷൻ കാണുമ്പോൾ മനസ്സിലാവും. ഓണറിങ്, ബഹുമാനിക്കുക എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാം. നമ്മൾ മുമ്പേ കണ്ടതുപോലെ അപ്പനെയും അമ്മയും വിട്ട് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയോട് ഒത്തുചേരും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുടുംബത്തിൻ്റെ, അതായത് മാതാപിതാക്കളുടെ കീഴിൽ ആകുന്നത് അവർ വിവാഹം ചെയ്ത് അല്ലെങ്കിൽ അവർ തനിയെ ജീവിക്കുന്നത് വരെ അപ്പനും അമ്മയുടെയും തണലിൽ ജീവിക്കുന്ന കാലത്തോളം അപ്പൻ്റെയും അമ്മയുടെയും ഡിറക്റ്റ് അതോറിറ്റിയുടെ കീഴിലാണ്. അവർ പറയുന്നത് അനുസരിച്ചേ മതിയാവും. നമ്മുടെ ഭവനത്തിൽ ജീവിക്കുന്ന കാലത്തോളം, നമ്മുടെ പ്രൊവിഷൻ ലഭിക്കുന്ന കാലത്തോളം അപ്പനും അമ്മയും പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അത് ക്രിസ്തു കൽപ്പിക്കുന്നതാണ്, അത് പ്രമാണമാണ്. അപ്പോൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പറയുന്നത് കേൾക്കുക, എന്തു പറയുന്നു അത് അനുസരിക്കുക. പിന്നെ അനുസരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ദൈവഹിതത്തിന് വിപരീതമായി എന്തെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടത് ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമം മുഴുവനായി പാലിക്കണം. എന്നാൽ ദൈവിക പ്രമാണത്തിനെതിരെയാണ് നിയമം വരുന്നതെങ്കിൽ അത് പ്രമാണിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൽ നാം ജീവിക്കുമ്പോൾ അപ്പനും അമ്മയും പറയുന്നത് അനുസരിക്കണം. അതെനിക്ക് കൺവീനിയൻ്റ് ആണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം.
ഞാൻ അനുസരിച്ചേ മതിയാകൂ. പക്ഷെങ്കിൽ അവർ ദൈവഹിതത്തിന് വിപരീതമായ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതനുസരിക്കേണ്ടത് മക്കളുടെ കടമ അല്ല. കാരണം ദർ ഇസ് എൻ അതോറിറ്റി അബവ് യുവർ പേരൻസ്. ദൈവ അപ്പനമ്മമാരുടെ മുകളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ് അധികാരം. അപ്പോൾ ആ അധികാരത്തിന് ആദ്യം കീഴ്പ്പെടുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ വിഷയം പല സമയങ്ങളിൽ പഠിച്ചല്ലോ. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പിന്നീട് അവർക്ക് കീഴ്പ്പെടാൻ അവർക്ക് അറിഞ്ഞുകൂടാ. സബ്മിഷൻ എന്താണെന്ന് മനസ്സിലാകാത്തത് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് ഒരിക്കലും കീഴ്പ്പെട്ട് ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരതുകൊണ്ട് എന്ത് സംഭവിക്കും? അവർ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദേ ഡോണ്ട് നോ വാട്ട് ഇറ്റ് മീൻസ് ടു സബ്മിറ്റ്. അവർ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അവർ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് ബോസന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ അറിഞ്ഞുകൂടാ. അവർ ദൈവസഭയിലേക്ക് ചെല്ലുമ്പോൾ ആത്മീയ നേതൃത്വത്തിന് കീഴ്പ്പെട്ടിരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എവിടെ ചെന്നാലും ദേ സ്ട്രഗിൾ വിത്ത് അതോറിറ്റി. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ കീഴ്പ്പെട്ടിരിക്കാൻ അവരെ പഠിപ്പിക്കണം. അവർക്ക് സൗകര്യമുണ്ടോ, അവർക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളതല്ല വിഷയം. ദേ ഹാവ് ടു ലേൺ വാട്ട് ഇറ്റ് മീൻസ് ടു സബ്മിറ്റ്. അപ്പോൾ അവരുടെ ആദ്യ പാഠങ്ങൾ അവർ കുടുംബത്തിൽ തന്നെ പഠിക്കണം. മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സോ ചിൽഡ്രൻ നീഡ് ടു ഒബേ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ഡിസൊബീഡിയൻസ്? ഇപ്പൊ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല എങ്കിൽ എന്താണ് അതിൻ്റെ പരിണിത ഫലം? പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെവിറ്റിക്കസ് ചാപ്റ്റർ 20 വേഴ്സ് 9. ലേവ്യ പുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ അപ്പനെയും അമ്മയും ശപിച്ചു, അവന്റെ രക്തം അവന്റെ മേൽ ഇരിക്കും. അപ്പോൾ കൊലപാതകം ചെയ്താൽ പഴയ നിയമത്തിന്റെ പരിണിതഫലം എന്താണ്? കൊലപാതകം ചെയ്താൽ കല്ലെറിഞ്ഞ് കൊല്ലണം. ശരി. വ്യഭിചാരം ചെയ്താൽ എന്താണ് പഴയ നിയമം? പഴയ നിയമത്തെ വ്യഭിചാരം ചെയ്താലുള്ള അതിൻ്റെ പരിണിതഫലം കല്ലെറിഞ്ഞ് അവനെ കൊല്ലണം. കാരണം എന്നാ? പാപത്തിൻ്റെ വലുപ്പം എത്ര വലുതാണെന്ന് പഴയ നിയമത്തിൽ ദൈവം പഠിപ്പിച്ചത് ശിക്ഷയുടെ വലുപ്പം കൊണ്ടാണ്. മനസ്സിലായോ? വലിയ പാപം എത്ര വലുതാണെന്നുള്ളത് കാണിക്കുന്നത് ശിക്ഷയുടെ വലുപ്പത്തിൽ. അതുപോലെ തന്നെ ഒരപ്പനെയോ അമ്മയോ ഒരു മകൻ അല്ലെങ്കിൽ മകൾ അടിച്ചാൽ ഫിസിക്കൽ അബ്യൂസ്, അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് കല്ലെറിഞ്ഞ് അവനെ കൊല്ലണം. അതൊക്കെ പോട്ടെ, അപ്പനോടോ അമ്മയോടോ അപമര്യാദയായി സംസാരിച്ചാൽ അതിൻ്റെ ശിക്ഷയും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നുമല്ല, ദൈവം അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നതിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായോ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. കൊലപാതകത്തിന്റെ ശിക്ഷയാണ് അപ്പനോടും അമ്മയോടും അപമര്യാദയെ സംസാരിച്ചാൽ മക്കൾക്ക് കൊടുക്കേണ്ടത് എന്നാണ് ദൈവം വെച്ചിരിക്കുന്ന പഴയ നിയമ പ്രമാണം. God is very serious. He looks at it very seriously when it comes to how you honor and obey your parents. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ ലോകത്തിലെ നമ്മുടെ അപ്പനെയോ അമ്മയോ അപമര്യാദയായി അവരോട് മാറുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല, എത്ര പ്രായമായാലും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ പ്രിയ ദൈവമക്കളെ, എന്നെ യൗവനക്കാർ ഒരുപാട് പേര് കേൾക്കുന്നുണ്ടല്ലോ, എനിക്കറിയാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ചെറുപ്പത്തിൽ വെൻ യു ആർ യങ് നിങ്ങളുടെ അപ്പനെയും അമ്മയും നിങ്ങൾ ബഹുമാനിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴികൾ നിങ്ങൾ ആ സമയം തന്നെ അടയ്ക്കുകയാണ്. യു ക്ലോസ് ദ ഡോർ ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഇഫ് യു ഡു നോട്ട് ഓണർ യുവർ ഫാദർ ആൻഡ് മദർ. അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല കാര്യം. ഞാൻ വേർഷിപ്പ് ലീഡറാണ്, നല്ല കാര്യം. ഞാൻ മിനിസ്ട്രി ചെയ്യാൻ പോകുന്നുണ്ട്, യൂത്ത് മിനിസ്ട്രി, നല്ല കാര്യം. ഇതെല്ലാം ചെയ്താലും അപ്പനെ അമ്മയെ ബഹുമാനിക്കാൻ അറിയത്തില്ലെങ്കിൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. യു ആർ ക്ലോസിങ് ദ ഡോർ ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. ദൈവിക അനുഗ്രഹത്തിൻ്റെ വാതിൽ നിങ്ങൾ അടച്ചു. ഇനി നിങ്ങൾ തലയും കുത്തി നിന്നിട്ടും കാര്യമൊന്നുമില്ല, ദൈവം അനുഗ്രഹിക്കത്തില്ല. ഇത് മക്കൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം. ഇന്ന് ഒരുപാട് സ്പിരിച്വൽ യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഭയങ്കര ആത്മീയമായി അങ്ങ് മുന്നോട്ട് പോവുക, ഭയങ്കര ആത്മീയ തീഷ്ണതയാണ്, ഭയങ്കര പ്രാർത്ഥനയാണ്, ഭയങ്കര പാട്ടാണ്, നല്ല കാര്യമൊക്കെ തന്നെ. അപ്പനെ അമ്മയെ ബഹുമാനിക്കാൻ അറിയത്തില്ലെങ്കിൽ
വെറുതെയാ. ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല. അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ പഠിക്കണം. എന്നാൽ അനുസരിച്ചാലോ, ബഹുമാനിച്ചാലോ എന്തോ വലിയ അനുഗ്രഹമെന്നറിയോ? പുറപ്പാട് പുസ്തകം 20:12, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. അപ്പോൾ നിനക്കെല്ലാം നന്നായി പോകുവാനും നിനക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ ബേസിക്കലി എന്താണെന്നറിയോ? ദീർഘായുസ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ അനുഗ്രഹമാണ്. പുതിയ നിയമത്തിൽ ആയുസ്സും വെൽത്തും സമ്പത്തും ഒന്നും അല്ല അനുഗ്രഹമായി കാണുന്നത്. ബട്ട് ദ വെൽ ബീയിങ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധി, വെൽ ബീയിങ്, അത് ഫിസിക്കൽ മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വെൽ ബീയിങ് ഉണ്ടാകണമെങ്കിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഈ ഒരു സ്റ്റെപ്പ് ബൈപ്പാസ് ചെയ്തിട്ട് ഞാൻ വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വെറുതെ. അതിപ്പോഴേ ഞാനങ്ങ് പറഞ്ഞേക്കാം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ യൗവനക്കാരുടെ ഇടയിൽ കാണുന്നൊരു പ്രവണത പറയാം. അവർ ആത്മീയമായി വളരും, അതിനുശേഷം ഭൗമികമായി വളരും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് വന്നു കഴിയുമ്പോൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പൻ എന്നാ അറിയാം, അപ്പനെ ഒന്ന് ഉണ്ടല്ലോ ബഹുമാനിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഇനി എത്ര ആത്മീയമായി മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും ഈ അടിസ്ഥാനപരമായ പ്രമാണം അനുസരിക്കുന്നില്ല എങ്കിൽ ദൈവസന്നിധിയിൽ യു ആർ സ്റ്റിൽ എ സീറോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ വലിയ കാര്യങ്ങൾ ചെയ്തു, എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, എനിക്ക് എൻ്റെ പിതാക്കന്മാരെക്കാട്ടിലും വചനം അറിയാം, ഞാൻ അവരെക്കാട്ടിലും കൂടുതൽ ദൈവവേല ചെയ്യുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഓണർ യുവർ ഫാദർ ആൻഡ് മദർ. അവിടെ നിന്റെ നല്ല അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഗോഡ് ഡസ് നോട്ട് ക്വാളിഫൈ ദ ഫാദർ ആൻഡ് മദർ. ഇന്ന ആളിനെ ബഹുമാനിക്കുക. നോ. നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. ഇത് ദൈവത്തിൻ്റെ മാറാത്ത പ്രമാണമാണ്. ഇനി പ്രായത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും പ്രിയമുള്ളവർ ഇത് മറക്കരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പോൾ കുഞ്ഞിലെ ആയിരിക്കുമ്പോൾ നാം അവരുടെ കീഴിലായിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ബഹുമാനിക്കുന്നത്. ഹൗ ഡു വി ഓണർ ദം? ബൈ ഒബേയിങ് ദം. അല്ലെ, അവരെ അനുസരിക്കുന്നതിലാണ് നാം ബഹുമാനം കാണിക്കുന്നത്. അല്ല, ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നതൊന്നും കേട്ടില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് ബഹുമാനമില്ല. ബിക്കോസ് യുവർ ഓണറിങ് ഈസ് ഇൻ ദ ഒബീഡിയൻസ്. വെൻ യു ഒബേ യു ഓണർ. എന്നാൽ പ്രായമായി കഴിയുമ്പോൾ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്? ഇപ്പം നമുക്ക് പ്രായമായി, നമുക്ക് നമ്മുടെ സ്വന്തം ഇൻകം, നമ്മൾ നമ്മുടെ കാലയിൽ നിൽക്കുന്നു, സ്വന്തം കാലകളിൽ നിൽക്കുന്നു. ഇനി എങ്ങനെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ പരീശന്മാരോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ആ പരീശന്മാർ വന്ന് പറയുക, കൈ കഴുകാതെ നിങ്ങൾ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാഹ്യമായ വൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സ്പിരിച്വൽ ആളുകളാണല്ലോ. ഉടനെ കർത്താവ് അവരോട് പറയുന്നൊരു കാര്യമാണ് മത്തായിയുടെ സുവിശേഷം 15-3-6 വരെ. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? പ്രായമുള്ള അപ്പനും അമ്മയും അവരുടെ ആവശ്യ സമയത്ത് അവരോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം അങ്ങ് നോക്കൂ. നമ്മളെ ഒരു 10, 15, 18 വയസ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തന്ന് നമ്മളെ നടത്തിയ പേരൻസ്, അവർക്ക് അവരെ തന്നെ നോക്കുവാൻ പ്രയാസമാകുന്ന കാലത്ത് അവരെ നോക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ചുമതലയാണ്. ഹൗ ഡു യു ഓണർ ദം വെൻ യു ഗ്രോ ഓൾഡ്? യു ഓണർ ദം ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദം. അവരെ നല്ലതുപോലെ നോക്കുക. ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണ്ടിയവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. ചിലർക്ക് അത് ആവശ്യമില്ല, ചിലർക്ക് അത് ആവശ്യമുണ്ട്, കൊടുക്കണം. എന്നാൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്താൽ മാത്രം പോരാ, പേഴ്സണൽ ലവിങ് ഇൻവോൾവ്മെൻറ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നവർ കേൾക്കുക, പ്രായോഗികമായി ഇത് ചെയ്യേണ്ടത് പല വിധത്തിലായിരിക്കാം. ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ മെനി വേസ്. ഉദാഹരണത്തിന് നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യുക, അല്ലേ? നമ്മുടെ കരിയർ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നോക്കും. ആ കാര്യങ്ങൾ നോക്കുന്നതിൽ നമ്മുടെ
വരുമാന മാർഗം നമ്മൾ നോക്കും, നമ്മുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് നമ്മൾ നോക്കും, നമ്മുടെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തും. നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ച് ഓർക്കും. എല്ലാം ചിന്തിക്കേണ്ട വിഷയം ചിന്തിക്കണം. ഈ പ്ലാനിങ്ങിൻ്റെ അകത്ത് എൻ്റെ മാതാപിതാക്കൾ എവിടാന്നും കൂടെ ചിന്തിക്കണം. പറഞ്ഞ മനസ്സിലായോ? എല്ലാം പ്ലാൻ ചെയ്തു, നല്ലതാണ്, അത് പ്ലാൻ ചെയ്യണം. അതിനുവേണ്ടിയാണല്ലോ ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്. പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിൽ കർത്താവെ നിന്റെ ഹിതമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ ഒരു നല്ല ഭാഗം നിങ്ങളുടെ മാതാപിതാക്കൾ എവിടാന്നുള്ളതും കൂടെ ചിന്തിക്കണം. ദേ ഷുഡ് ബി ഫാക്ടേർഡ് ഇൻ. ഞാൻ പറയുന്നത് അവരാ മെയിൻ ആയിരിക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ദേ ഷുഡ് ബി ഫാക്ടേർഡ് ഇൻ യുവർ പ്ലാനിങ്. അത് കരിയർ പ്ലാനിങ് ആയിരിക്കാം, ഫിനാൻഷ്യൽ പ്ലാനിങ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്യൂച്ചർ ഏത് പ്ലാനിങ്ങിലും മാതാപിതാക്കൾക്ക് ഒരു സ്ഥലം നിങ്ങൾ കൊടുക്കണം. അങ്ങനാണ് അവരെ മാനിക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത്, ബിക്കോസ് ഈച്ച് ഫാമിലി ഹാസ് ഇറ്റ്സ് ഓൺ ഡൈനമിക്സ്. അത് ഇങ്ങനെ ആയിരിക്കണമെന്നൊന്നും ബൈബിള് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ 2 മക്കളാണ് അല്ലെ 3 മക്കളാണ്, തമ്മി മക്കൾ കൂടി ഇരുന്ന് ചിന്തിക്കണം. ഇനിയും അപ്പനും അമ്മയും പ്രായമാകുന്നു, എങ്ങനെയാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പോൾ ഒരുത്തൻ പറയും എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ മറ്റവൻ പറയണം എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ ഞാൻ ഇന്നത് ചെയ്യും, നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നില്ലയോ? ചെയ്യുമ്പോൾ ഒരംശം പേരൻസ് എങ്ങനെയാണ് എന്നുള്ളത്. ഈ മാതാപിതാക്കൾക്ക് അവർ പ്രായമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേ ബിക്കം വീക്കർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മാത്രമല്ല, അവരുടെ മെൻ്റലി അവർ കുറച്ചുകൂടെ വീക്കറാകും. ആ സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിതാവ് ഇപ്പം ഈ വർഷം 75 വയസ്സാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പം ഇന്ന് ഞാൻ ഷാർജയിൽ നിന്ന് എത്തിയ സമയത്താണ് അപ്പ ഛത്തീസ്ഗഡിൽ നിന്ന് ഇവിടെ എത്തിയത്. വളരെ ശക്തമായി ഇപ്പോഴും ശുശ്രൂഷയും മുന്നു. എന്നാൽ ആ സമയത്ത് അവർക്ക് ആവശ്യം എന്തുവാണെന്നറിയാമോ? എന്നെ ഇടയ്ക്ക് വിളിച്ചു, എടാ നീ എന്താ വിളിക്കാഞ്ഞ്? ശരിയാ, ഞാൻ തിരക്കാം. അപ്പയാണെങ്കിൽ അതിനെക്കാട്ടും തരും. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ അപ്പം ഫോൺ എടുക്കുന്നില്ല, കാരണം അപ്പം ഫീൽഡില്ല. പക്ഷെ അവർക്ക് എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം? അവനൊന്ന് വിളിച്ചു. അവർക്ക് വേണോ അത്? നമ്മൾ ചിന്തിക്കും ഇതെന്തോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളെന്തിനാ വിളിക്കുന്നതെന്നാ എൻ്റെ ലോജിക്ക്. കാരണം ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെങ്കിൽ പ്രായമാകുമ്പോൾ യു ബിക്കം ഇമോഷണലി എ ലിറ്റിൽ മോർ വൾണറബിൾ. പ്രായം കൂടുമ്പോൾ ഉള്ള പ്രത്യേകതയാണ്. അപ്പോൾ അത് നമ്മൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം എന്നെപ്പോലെ ഈ 100 മൈൽ സ്പീഡിൽ പോകുന്നവർ ചിലപ്പോൾ ഇതും വിട്ടുപോകും. ഏതാ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളതാ ലോജിക്കലി. പക്ഷെ അങ്ങനല്ല, അവർക്ക് ദേ വോണ്ട് ഇമോഷണൽ സപ്പോർട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് അതുപോലെ നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യണം. ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യങ്ങൾ കേട്ടോ, നിങ്ങൾക്കുള്ളത് മാത്രമല്ല എന്നോട്. അപ്പം അവർക്ക് ചിലപ്പോൾ വേണ്ടിയത് ആ മെസ്സേജാണ്. എൻ്റെ അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് പറയും, എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ എപ്പോൾ യാത്ര ചെയ്താൽ ഞാൻ പറയട്ടെ, ഫ്ലൈറ്റിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തെ എൻ്റെ ഫോൺ അടിക്കത്തുള്ളൂ. എൻ്റെ അമ്മ എപ്പം ഞാൻ ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ, എന്നിട്ട് ഞാൻ ലാൻഡ് ചെയ്യുമ്പോൾ വിളിക്കും. ഞാൻ തിരിച്ച് വിളിച്ചിരിക്കും, എടാ നീ അവിടെ എത്തിയിട്ട് എന്താ വിളിക്കാഞ്ഞ്? അതിൻ്റെ കാരണം എന്നാ? അവർക്ക് അതൊന്നും അറിയണം, നമ്മൾ സുഖമായിട്ട് എത്തിയോ. ഞാൻ ചിലപ്പോൾ എന്നോട് തന്നെ പറയുവേ, ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴേ ആ കോള് കാണത്തില്ല അല്ലേ, ആ വിളി വരത്തില്ല. അന്ന് ഞാൻ ഓർക്കും, അയ്യോ എൻ്റെ പൊന്നെ, ആ വിളി ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കും. എനിക്കറിയാം. പക്ഷെ ഇപ്പം ധൃതിയാ, നമുക്ക് തിരക്കാ, ഭയങ്കര തിരക്കാ. അതവർ മനസ്സിലാക്കുന്നില്ലെന്നല്ല, അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആ വിളി, തിരിച്ചൊരു വിളി, ഒരു മെസ്സേജ്, അവരെ കാണുക, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുക, അവരുടെ സന്തോഷത്തിന് വേണ്ടി ചില കാര്യങ്ങൾ, ഇതൊന്നും അവർക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല, പക്ഷെ അത് നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തെ അത് ഒരുപാട് നറിഷ് ചെയ്യും. അപ്പം എങ്ങനെയാണ് നമ്മൾ മാനിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്? അവർ പ്രായമാകുമ്പോൾ ഇങ്ങനെയാണ്. അവരെക്കുറിച്ചൊരു ചിന്ത വേണം. ചിലരാണെങ്കിൽ പിള്ളേർ ഭയങ്കര ഫേസ്ബുക്കിൽ അങ്ങ് സ്നേഹം കാണിച്ചോ കേട്ടോ, അതൊക്കെ നല്ലതാണ്, അതൊന്നും കാണിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു. എടാ അപ്പൻ്റെ അമ്മയുടെ പ്രാക്ടിക്കൽ വിഷയത്തിലെങ്കിലും കൂടെ പങ്കെടുക്കണ്ടേ? അവരുടെ പ്രാക്ടിക്കൽ നീഡില് ഓ ഐ മിസ് യു മമ്മ, ലവ് യു, അതൊക്കെ നല്ല, അതൊക്കെ ചെയ്തോ. പക്ഷെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും 2 കാര്യം ചെയ്തുകൂടെ? അതുകൂടെ ചെയ്യാൻ നാം ബാധ്യസ്ഥരാ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ പണമൊന്നും ആവശ്യമില്ലായിരിക്കാം, അല്ലെ നമ്മുടെ പണം ആവശ്യമില്ലായിരിക്കാം. ചിലപ്പോൾ ആവശ്യമാണ്, ചിലപ്പോൾ ആവശ്യമില്ല. പക്ഷെങ്കിൽ ഉണ്ടല്ലോ, ഇടയ്ക്ക് കുറച്ച് കാശോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അവരുടെ കൊടുത്താൽ അവർക്കത് വാങ്ങിക്കാനുള്ള കാശില്ലാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ നമ്മൾ അതങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്കോ അമ്മായപ്പനോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ആയുസ് മുഴുവൻ ഇതാണ്ടോ ഇതെൻ്റെ മോൻ അല്ലെ മരുമോൻ വാങ്ങിച്ചു തന്നാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവർക്ക് അത് കഴിഞ്ഞിട്ടൊരു 10 സാരി കെട്ടി കാണും, പക്ഷേ
അവരുടെ സന്തോഷം എന്ന് പറഞ്ഞ പോലെ അവരുടെ സന്തോഷത്തിന്റെ ഭാഗമായി നാം തീരണം. ഓക്കെ, നമ്മൾ പ്രായമാകുമ്പോൾ അവർക്ക് പ്രായമാകുമ്പോൾ ബി എ സോഴ്സ് ഓഫ് ജോയ്, ബി എ സോഴ്സ് ഓഫ് ജോയ്. അതുപോലെ തന്നെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്നു, അനുസരിക്കാത്ത കുഞ്ഞുങ്ങളോ അപ്പനും അമ്മയ്ക്കും വേദന നൽകുന്നു. നമ്മൾ കുഞ്ഞുങ്ങൾ മക്കളോടാണല്ലോ, നമ്മുടെ മക്കൾക്കാണല്ലോ ഇത്, ഏത് പ്രായത്തിലുള്ള മക്കളാണെങ്കിലും. ഒരു പക്ഷെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് ജോയ് ക്രിസ്തു കഴിഞ്ഞാൽ അവരുടെ മക്കളാ. ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് ജോയ് അവരുടെ മക്കളാ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞ കുഞ്ഞുങ്ങൾ കുഞ്ഞാണ്. ഞാൻ ഈ ക്ഷീണിച്ച് തളർന്ന് ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ കടന്നു വന്നപ്പം എൻ്റെ മൂന്നെണ്ണത്തിനെ കൂടെ കണ്ടാൽ മതി, അവരെനിക്ക് വേണ്ടി ഒന്നും ചെയ്തതല്ല അല്ലേ. ഒരുത്തൻ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക, അതിൻ്റെ മണ്ടയ്ക്ക് രണ്ടെണ്ണം കൂടെ ചാടി നിൽക്കുക, അതാണ് സീൻ. അപ്പോൾ അത് കാണുന്നത് അപ്പന് ജോയാണ്. നമ്മൾ പറയുന്നത് അനുസരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വളർന്നു വരുമ്പോൾ അവർ എക്സൽ ചെയ്യുന്നത് കാണുന്നത് നമുക്ക് ജോയാണ്. അത് കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ നമ്മളെക്കുറിച്ച് കരുതുന്നത് നമുക്ക് ജോയാണ്. അപ്പോൾ വി ഷുഡ് ബി എ സോഴ്സ് ഓഫ് ജോയ്. കുഞ്ഞുങ്ങൾ എന്നുള്ള നിലയിൽ നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വി ഷുഡ് ഓൾവേസ് ബി എ സോഴ്സ് ഓഫ് ജോയ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കോൺസിക്വൻസ്. അങ്ങനെ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു സന്തോഷത്തിന് കാരണമാണെങ്കിൽ, പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചോണം, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് അസ് ഫോർ ഷുവർ. ഓക്കെ, ഇനി മാതാപിതാക്കൾക്കുള്ള മെസ്സേജ് പൗലോസ് പെട്ടെന്ന് പറയുന്നു. എഫീഷ്യൻസ് 6:4, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. കേട്ടോ, അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. ചിലർ ഇതിന് വലിയ എക്സലന്റ് ആണ്, എങ്ങനെ കുഞ്ഞുങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ മിടുക്കരാണ്. ചിലത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാതെ ചെയ്യുന്നത്. പക്ഷെങ്കിൽ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഡിസിപ്ലിൻ ചെയ്യരുതെന്നല്ല പറയുന്നത്, പക്ഷെങ്കിൽ നിങ്ങൾ അവരെ കോപിപ്പിക്കരുത്. എങ്ങനെയാണ് നാം കോപിപ്പിക്കുന്നത്? ഹൗ ഡു വി പ്രൊവോക്ക് ആ ചിൽഡ്രൻ? ഒരു 5-8 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പെട്ടെന്ന്. 5-8 കാര്യം. ഒന്ന്, ഓവർ പ്രൊട്ടക്ഷൻ. അയ്യോ അങ്ങോട്ട് പോകല്ല മോനെ, അയ്യോ ഇങ്ങോട്ട് നിൽക്കില്ല മോനെ, അയ്യോ നീ എന്നെ വിളിച്ചു, അയ്യോ അങ്ങോട്ട്. കൂടുതൽ ചെയ്യരുത്. കൂടുതൽ ഓവർ പ്രൊട്ടക്ഷൻ ഇവരെ പ്രൊവോക്ക് ചെയ്യും. നമ്മൾ ചെയ്യരുത്. പ്രൊട്ടക്ട് ചെയ്യണോ, പ്രൊട്ടക്ട് ചെയ്യണം. ഓവർ പ്രൊട്ടക്ഷൻ പാടില്ല. ചില അപ്പനോ, അയ്യോ നീ കഴിച്ചില്ലേ, അയ്യോ കുഞ്ഞെ നീ കഴിച്ചില്ല, അത് കുഴപ്പമില്ല, അവൻ ഇതിപ്പോൾ അങ്ങോട്ട് കഴിച്ചാൽ അവൻ ചത്തൊന്നും പോകത്തില്ല. നല്ലതാണ് കെയർ ചെയ്യുന്നത്, പക്ഷേ ഓവർ പ്രൊട്ടക്ഷൻ പാടില്ല. 2, എങ്ങനെയാ കോപിപ്പിക്കുന്നത്? ഫേവറിറ്റിസം. മുഖപക്ഷം പാടില്ല. ഈ ഫേവറിറ്റിസം ബൈബിളിൽ കാണിച്ചൊരു ഒരു ഫാമിലിയാണ്, അറിയാമല്ലോ നിങ്ങൾക്ക്, ഇസഹാക്കും റിബേക്കയും. ഇസഹാക്കിനെ സംബന്ധിച്ചോളം ഏശാവാണ് ഫേവറിറ്റ്, റിബേക്കയെ സംബന്ധിച്ചാണെങ്കിൽ യാക്കോബ് ഫേവറിറ്റ്. ഇതുപോലെ ഡിസ്ഫങ്ഷണൽ ഫാമിലി ബൈബിളിൽ വേറെ ഒന്നുമില്ല. ആ ഒരു ഫാമിലി നോക്കിയാൽ മതി, ഫുൾ ഡിസ്ഫങ്ഷനാണ്. ഡിസ്ഫങ്ഷന്റെ കാരണം ഫേവറിറ്റിസം. ഒരു എക്സ്ട്രാ താല്പര്യം ഒരു കുഞ്ഞ് കാണിക്കരുത്, നാം പാടില്ല. ശരിയാണ്, കുഞ്ഞുങ്ങൾ ഒത്തിരി ചെറുപ്പമാകുമ്പോൾ യങ്ങറിനോട് ഇച്ചിരി സ്നേഹം കാണിക്കാൻ സാധ്യതയുണ്ട്, കുഴപ്പമില്ല, കാരണം അതാ ഇൻഫൻസ്. പക്ഷെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു എന്ന് അവര് അറിയണം. ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ കുഞ്ഞുങ്ങൾ ചെന്ന് എൻ്റെ സിസ്റ്ററിനോട് ചോദിച്ചു, എൻ്റെ പെങ്ങളോടെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ അമ്മച്ചി ഇവിടെ ആയിരുന്നപ്പം ഞാൻ അമ്മച്ചിയുടെ പെറ്റാന്ന് ഇന്നും ഞാൻ പറയും ഞാൻ അമ്മച്ചിയുടെ പെറ്റെന്ന്. അത് അങ്ങനെയാണ്, ഞങ്ങൾ തമ്മിൽ നല്ലൊരു പ്രത്യേക ബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ വലിയമ്മച്ചി, അപ്പേൻ്റെ അമ്മ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് എൻ്റെ സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ എൻ്റെ സിസ്റ്റർ പറയാ ഞാനായിരുന്നു അമ്മച്ചിയുടെ പെറ്റെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതെപ്പോഴായേ? ഞാൻ പറഞ്ഞു ഞാനായിരുന്നു എന്നും അമ്മച്ചിയുടെ പെറ്റ, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെ നോക്കുക, ഏതാ ഞാനായിരുന്നല്ലോ അമ്മച്ചിയുടെ പെറ്റ്. അതിൻ്റെ കാരണം എന്നാ? ഞാൻ നോക്കുമ്പോൾ ഞാനാണ് പെറ്റ്, എൻ്റെ സിസ്റ്റർ നോക്കുമ്പോൾ എൻ്റെ സിസ്റ്ററാണ് പെറ്റ്. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരും ഡിഫറെൻറ്റ് വിധത്തിലാണ് ടേക്ക് കെയർ ചെയ്തതെങ്കിലും ഒരു ഫേവറിറ്റിസം വരാഞ്ഞത് കൊണ്ടാണ് ആ ഈക്വൽ സ്നേഹത്തിന് നമ്മൾ അർഹരാന്നുള്ള ഒരു ഫീലിംഗ് വന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഫേവറിറ്റിസം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കും. മൂന്നാമത്തെ കാര്യം, പുഷിങ് അച്ചീവ്മെന്റ് ബിയോണ്ട് റീസണബിൾ ബൗണ്ട്സ്. കുഞ്ഞുങ്ങളെ എക്സൽ ചെയ്യാൻ നമ്മൾ സഹായിക്കണം, അവരെ പുഷ് ചെയ്യണം. ഞാനൊരു അപ്പം എന്നുള്ള നിലയിൽ ഞാൻ പുഷ് ചെയ്യും, നല്ലതുപോലെ പുഷ് ചെയ്യും. പക്ഷെങ്കിൽ ഒരു അൺറീസണബിൾ ആയിട്ട് അവരെ പുഷ് ചെയ്യരുത്.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അവരുടെ താലന്തുകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നതിന് പരിമിതികളുണ്ട്. അത് മനസ്സിലാക്കി അതിനപ്പുറത്തേക്ക് നമ്മൾ അവരെ പുഷ് ചെയ്യണം. ആവശ്യത്തിന് പുഷ് ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മൾ പുഷ് ചെയ്തില്ലെങ്കിൽ ആരും പുഷ് ചെയ്യത്തില്ല. നമ്മൾ പുഷ് ചെയ്യണം. പക്ഷെങ്കിൽ ഡോണ്ട് പുഷ് ദം ബിയോണ്ട് റീസണബിൾ ലിമിറ്റ്സ്. അത് അവരെ കോപിപ്പിക്കും. 4, ഡിസ്കറേജ്മെന്റ്. എപ്പോഴും അവർ ചെയ്യുന്ന തെറ്റിനെ വിരൽ ചൂണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് കോപമുണ്ട്. അവർ പറയും എപ്പോഴും ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഉണ്ടല്ലോ ഒന്ന് കാണിച്ചിട്ട് പറയണം, യെസ് മോനെ നന്നായിരിക്കുന്നു, ഗുഡ്, അതും കൂടെ പറയണം. ചിലർ പിന്നെ നേരെ തിരിച്ചാ കേട്ടോ. എപ്പോഴും ഓ ഫെൻറ്റാസ്റ്റിക് 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 എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ എന്താ അവർ ഏറ്റവും ഫെൻറ്റാസ്റ്റിക് കാണിക്കുന്ന എല്ലാം മണ്ടത്തരവാണ്. പക്ഷേ എന്താ വളർന്നു വന്നപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അല്ല അവരോട് പറഞ്ഞിരിക്കുന്ന പാട്ട് പാടുന്ന മുഴുവൻ ഔട്ട് ഓഫ് ട്യൂണാണ്. പക്ഷെ പറഞ്ഞിരിക്കുന്ന മോനെ നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യേശുദാസ് എന്ന് പറഞ്ഞ് അവനെ വളർത്തിയിരിക്കുന്നത്. അവന് ചർച്ചിൽ ചെന്ന് കേട്ട് അവൻ പറയും ഞാൻ ഭയങ്കര പാട്ടുകാരനാണ്. അതെന്താ? ഓ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു ഞാൻ ഭയങ്കര പാട്ട്. ഈ ആവശ്യമില്ലാതെ അവരെ പുഷ് ചെയ്യരുത്, ഐ മീൻ പ്രൊമോട്ട് ചെയ്യരുത്. തെറ്റായിട്ട് പാടുമ്പോൾ തെറ്റാണെന്ന് പറയണം, തെറ്റായത് ചെയ്യുമ്പോഴത്തേക്ക് നീ തെറ്റാണെന്ന് പറയണം. പക്ഷെങ്കിൽ അവർ ശരിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് എൻകറേജ് ചെയ്ത് വിട്ടേക്കണം. എപ്പോഴും നമ്മൾ ഈ തെറ്റ് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ കോപിപ്പിക്കും. പിന്നെ 5, ഫെയിലിംഗ് ടു സാക്രിഫൈസ് ഫോർ ചിൽഡ്രൻ വിൽ മേക്ക് ദം ഫീൽ അൺവാണ്ടഡ്. ചില പേരൻസ് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം മീറ്റിങ്ങിന് പോകണം, എനിക്കിപ്പോൾ ജോലിക്ക് പോകണം, എനിക്കിത് പോകണം, അത് മിനിസ്ട്രിയിലുള്ളവർക്ക് പറ്റുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കർത്താവിന് വേണ്ടി വലിയ സാക്രിഫൈസ് ചെയ്തു, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും സാക്രിഫൈസ് ചെയ്യത്തില്ല. 2 മീറ്റിംഗ് വേണ്ടെന്ന് വെക്കത്തില്ല. കുഞ്ഞുങ്ങളുടെ സമയം, കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കാതെ എൻ്റെ ബിസിനസ് മീറ്റിങ്ങും എൻ്റെ ഫ്രണ്ട്സിൻ്റെ മീറ്റിംഗും എൻ്റെ ഇതും ഭയങ്കര ഡേഞ്ചറസാണ്. ദാറ്റ് വിൽ മേക്ക് ദം ഫീൽ അൺവാണ്ടഡ്. തിരക്കുകൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെങ്കിൽ ഒരിക്കലും അവർ ചിന്തിക്കരുത് ഞങ്ങൾക്ക് വേണ്ടി ഒട്ടും സാക്രിഫൈസ് ചെയ്യാൻ വില്ലിങ് അല്ലായിരുന്നു ഞങ്ങളുടെ പേരൻസ്. അല്ല ഞാൻ നിങ്ങളുടെ ഫീസ് പേ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ചില പേഴ്സണൽ പ്രിഫറൻസസോട് അവർക്ക് വേണ്ട എന്ന് വെക്കുന്നത് കാണുമ്പോഴാണ് അവർക്ക് ഉള്ളിൽ അത് എപ്പോഴും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു, ബട്ട് വൺസ് ഇൻ എ വൈൽ. പിന്നെ 6-മത്തത് കണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹം കാണിക്കുന്നത് മുഴുവൻ അവർ ശരിയായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിവാർഡ് ഫോർ ഡൂയിങ് സംതിങ് റൈറ്റ് എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഇത് പെർഫോമൻസ് ബേസ്ഡ് സ്നേഹമാകും. എല്ലാം പെർഫോമൻസ് ബേസ്ഡാണ്. നന്നായിട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ സ്നേഹം ശരിയാണ്, അവരെ നമ്മൾ അഭിനന്ദിക്കണം. പക്ഷെ സ്നേഹം ഇനി അവർ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടാണ് അവർ വീട്ടിൽ വരുന്നതെങ്കിലും അപ്പനെന്നുള്ള നിലയിൽ അല്ലെ അമ്മ എന്നുള്ള നിലയിൽ ഞാൻ അവരെ അൺകണ്ടീഷണലി സ്നേഹിക്കുന്നുള്ള ഉറപ്പ് അവർക്ക് വേണം. തെറ്റ് തിരുത്തത്തില്ലെന്നല്ല, അവരെ അതിന് ശകാരിക്കത്തില്ലെന്നല്ല, ബട്ട് മൈ ലവ് ഫോർ ദം ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ്. അത് അവരറിഞ്ഞിരിക്കണം. 7, ഫിസിക്കൽ ആൻഡ് വെർബൽ അബ്യൂസ്. അമിതമായി ശിക്ഷണത്തിന്റെ ഭാഗമല്ലാത്ത ഫിസിക്കലായിട്ടുള്ള അബ്യൂസ്, അടിക്കുന്നതിന് ഒരു പരിധിക്കപ്പുറം പാടില്ല. വെർബൽ അബ്യൂസ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ചില കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് 4-മത്തെ വയസ്സിൽ പറഞ്ഞ വാക്കുകൾ ഇന്നും കിടക്കുക. ഇന്നും ദേ ആർ സ്ട്രഗ്ലിംഗ് വിത്ത് സെൽഫ് എസ്റ്റീം. ദേ ആർ റണ്ണിങ് ഇൻ ടുവേർഡ്സ് ഓൾ കൈൻഡ്സ് ഓഫ് റോങ് റിലേഷൻഷിപ്സ്. എന്തുകൊണ്ടാണ്? അപ്പനും അമ്മയും 4 വയസ്സായപ്പം പറഞ്ഞു നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലും വന്ന് നിന്നെ കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അവരെ സംബന്ധിച്ചോളം അവർക്ക് കേൾക്കേണ്ട വാക്കുകൾ അവർ കേട്ടു. കാരണം എന്നാ? കുഞ്ഞിലെ മുതൽ അകത്ത് കിടക്കുന്ന വെർബൽ അബ്യൂസ് വളരെ സൂക്ഷിക്കേണ്ടത് വിഷയങ്ങൾ. അപ്പോൾ ഈ 7 വിധങ്ങളിലാണ് നമ്മൾ അവരെ കോപിപ്പിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളായ നമ്മൾ സൂക്ഷിക്കണം. സി ദർ ഇസ് നോ പെർഫെക്റ്റ് പേരന്റിങ് അല്ലേ. ഈ നിത്യതയുടെ ഇപ്പുറത്ത് നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മൾ പൂർണ്ണതയുള്ളവരല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബലഹീനതകൾ മാതാപിതാക്കളായ നമ്മുടെ ഇടയ്ക്കുണ്ടാകും. ആ സമയത്ത് നമ്മൾ കർത്താവിനോട് ക്ഷമ ചോദിച്ച് കർത്താവിനോട് സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെങ്കിൽ സൂക്ഷിക്കേണ്ട മേഖലകളാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ പത്യോപദേശത്തിൽ പോറ്റി വളർത്തണം? അപ്പൊ ഈ പത്യോപദേശത്തിൽ വളർത്തണമെങ്കിലേ പത്യോപദേശം ആദ്യം അറിയണം അല്ലേ. പ്രത്യേകിച്ച് പിതാക്കന്മാർ ഇതിൽ ഇൻട്രസ്റ്റ് എടുക്കണം. ഇത് എന്നാ പിന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം മാതാവിന്റെ ജോലിയാന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കാൻ ഒക്കത്തില്ല. അമ്മയും ചെയ്യണം, അപ്പനും ചെയ്യണം. പത്യോപദേശത്തിൽ അവരെ വളർത്തണം. വി ഹാവ് ടു ബി വെരി കെയർഫുൾ ടു ഡിസിപ്ലിൻ ദം ഇൻ ദ ലോർഡ്. അതിന് നമ്മൾ തന്നെ പത്യോപദേശം നന്നായി പഠിക്കണം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പത്യോപദേശം പഠിപ്പിക്കാൻ സമയം എടുക്കുന്നുണ്ടോ? വീട്ടിൽ പത്യോപദേശം സമയം എടുക്കണം.
മറ്റതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരെ സ്വിമ്മിങ് ക്ലാസ്സിന് വിടുന്നുണ്ട്, അത് കഴിയുമ്പോഴത്തേക്ക് അവരെ ഗിറ്റാർ ക്ലാസ്സിന് വിടുന്നുണ്ട്, അത് കഴിഞ്ഞ് അവരെ മറ്റേ ക്ലാസ്സിന് വിടുന്നു, എല്ലാം വിടണം, വിടരുതെന്ന് ഞാൻ പറഞ്ഞു. അവരെ ഏതൊക്കെ വിധത്തിൽ അവരെ വളർത്താമോ വളർത്തിക്ക് വേണം. ബാസ്കറ്റ് ബോൾ ഗെയിം വീട്ടിൽ ഇരുന്ന് ഒരു 15 മിനിറ്റ് ദൈവവചനം പഠിപ്പിച്ചിട്ട്, ഇതാണ് ദൈവവചനം നിങ്ങളോട് നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ മാതാപിതാക്കൾ ശിക്ഷണത്തിൽ വളർത്തണം, പത്യോപദേശത്തിൽ വളർത്തണം എന്നുള്ളത് ദൈവവചനം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഇനി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നു. അപ്പോൾ അപ്പനും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഭാര്യയും ഭർത്താവും കഴിഞ്ഞാൽ അപ്പനും മക്കളും. പിന്നെ അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി സ്ഥലത്തുള്ള ബന്ധങ്ങൾ, ബോസും സബോർഡിനേറ്റും തമ്മിൽ. പഴയ കാലത്തെ സംബന്ധിച്ച് അടിമയും യജമാനും തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഇന്നത്തെ കാലത്ത് നമ്മൾ അടിമകളല്ല, പക്ഷെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ നമുക്കൊരു ബോസ് ഉണ്ട്. ബോസ് എങ്ങനെ പെരുമാറണം, കീഴെ വർക്ക് ചെയ്യുന്നവർ എങ്ങനെ പെരുമാറണം, അതാണ് നമ്മുടെ അവസാനത്തെ വിഷയം. അപ്പം നമ്മൾ ഈ എഫേസ്യ ലേഖനം ക്രിസ്തുവിനോടുകൂടെ നാം അവനോടുകൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ മനോഹരമായ തിയോളജി പൗലോസ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് അറിയാമോ? നിങ്ങൾ എങ്ങനെ ജീവിക്കണം. നമ്മുടെ എല്ലാ ബന്ധങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, ജോലി സ്ഥലത്തുള്ള ബന്ധം, പിന്നെ സഭയിലുള്ള ബന്ധം. അത് നമ്മൾ ഐക്യതയെക്കുറിച്ച് നമ്മൾ അതിന് മുമ്പേ പഠിച്ചു. സോ ഇറ്റ് ഹാസ് ടു അഫക്റ്റ് ആ റിലേഷൻഷിപ്സ്. ആ റിലേഷൻഷിപ്സിൽ അവസാന ഭാഗമായിട്ട് പറയുന്നത് ദാസന്മാരും യജമാനന്മാരും തമ്മിലുള്ള ബന്ധമാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. ഓക്കെ, 5-ാമത്തെ വാക്യം തൊട്ട് എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുക. എഫേഷ്യൻ 6:5-8. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പി. അപ്പോൾ ആദ്യമേ പറയാണ് നിങ്ങൾ അനുസരിക്കണം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിനെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ദാസനും യജമാനനും ദൈവസന്നിധിയിൽ ഒരുപോലാണ്, യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ഭാര്യയും ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ ദാസൻ എന്നും യജമാനന് കീഴ്പ്പെട്ടിരിക്കണം. ഇപ്പം ഓരോ സ്ഥലത്തെ വർക്ക് കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു സ്ഥലത്തെ വർക്ക് കൾച്ചർ ബോസ് കയറി വരുമ്പോൾ ഉടനെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേൽക്കുന്നതായിരിക്കും. വേറൊരു കൾച്ചർ എന്ന് പറയുമ്പോൾ ബോസ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാലിന് മേൽ കാലൊക്കെ വെച്ചായിരിക്കും ഇരിക്കുന്നത്. അത് കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെങ്കിൽ ബഹുമാനിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദൈവത്തോടുള്ള നമ്മുടെ കീഴ്പ്പെടൽ, ഞാൻ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡെമൺസ്ട്രേഷനാണ് എനിക്ക് മുകളിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരം, അതിന് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത്. ഐ ഹാവ് ടു ബി ഓൾവേസ് സബ്മിറ്റിംഗ് ടു അതോറിറ്റി. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ യജമാനന്മാരെ അനുസരിക്കണം. ഒരു ബോസ് ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കണം. അനുസരിക്കാൻ പാടില്ലാത്തത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ വചനത്തിന് പ്രമാണത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം. തെറ്റായ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്തൊരു കള്ളം പറയണം എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. ഒരു റോങ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അനുസരിക്കേണ്ട കാര്യം ഇല്ല. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഐ ഹാവ് ടു ഒബേ മൈ ബോസ്. ചെയിൻ ഓഫ് കമാൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് മാത്രമല്ല, എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, അതൊരു സ്പെഷ്യൽ സെഷൻ തന്നെ എടുക്കാം. അതിന് സമയം നോക്കി ഇപ്പോൾ ഇല്ല, എപ്പോഴും സമയം അനുവദിക്കുമ്പം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട പ്രിയമുള്ളവരെ, എൻ്റെ ജോലി സ്ഥലത്ത് ഇപ്പം ഞാൻ ഷാർജയിൽ ആയിരുന്നപ്പോൾ രാവിലെ ജോലിക്ക് പോകും. ഒരു 5 മണിക്കൂർ ജോലി, റമദാനായതുകൊണ്ട് 5 മണിക്കൂർ ഞാൻ ജോലിക്ക് പോയിട്ടാണ് വൈകിട്ട് പ്രസംഗിക്കാൻ പോകുന്നത്. എൻ്റെ വൈകിട്ടത്തെ പ്രസംഗമാണ് എൻ്റെ രാവിലത്തെ ജോലിയെക്കാട്ടിലും ആത്മീയമായി വലിയ നിലവാരമുള്ളതെന്ന് ഞാൻ കരുതിയാൽ തെറ്റി. ഞാൻ എങ്ങനെ എൻ്റെ ആ 8, 10, 15 മണിക്കൂർ ജോലി സ്ഥലത്തായിരിക്കുന്നത് എന്നുള്ളത് ദൈവസന്നിധിയിൽ എൻ്റെ പ്രസംഗത്തിന് അത്രയും തുല്യ വിലയുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും വിശ്വാസികൾ ഇത് വിട്ടു, ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഇതിനെക്കാട്ടിലും വലിയ പ്രവൃത്തി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. നെവർ.
നോ വർക്ക് ഫോർ എ ബിലീവർ ഇസ് മോർ സ്പിരിച്വൽ ദാൻ ദി അതർ. ഒരു വിശ്വാസിയായ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തെ പ്രസന്റേഷനും ഞാൻ വൈകിട്ട് പോയി കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതും ദൈവസന്നിധിയിൽ കർത്താവിന് എന്ന വണ്ണം ചെയ്താൽ അതിന് തുല്യം വിലയാണ്. അത് നിങ്ങൾക്ക് ചിലർക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ഇതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കണം, വർക്ക് ചെയ്യാൻ നല്ലൊരു കോവർക്കർ ആയിരിക്കണം. ഒരു യഥാർത്ഥ വിശ്വാസി ഒരിക്കലും ഉഴപ്പ് പണിയോ പരാതി പറഞ്ഞുള്ള പണിയോ കെയർലെസ് ആയിട്ടൊരു പണിയോ ചെയ്യാൻ പാടില്ല. ദൃഷ്ടി സേവയാലല്ല കേട്ടോ, പറഞ്ഞു കേട്ടില്ലേ, ആരെങ്കിലും കാണിക്കാൻ വേണ്ടി. സോ യു ഷുഡ് ഓൾവേസ് ബി എക്സലന്റ് ഇൻ യുവർ വർക്ക്. എന്ത് ജോലി ചെയ്താലും. മോശേ ആടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴല്ലേ കർത്താവ് പറഞ്ഞു, മോശ നിന്റെ ചെരുപ്പൂര്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. മോശ ആലയം പണിഞ്ഞേച്ച് അതിവിശുദ്ധ സ്ഥലത്തോട്ട് കയറിയപ്പോഴല്ല പറഞ്ഞത്, പിന്നെയോ തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റെഗുലർ വർക്ക് ചെയ്യുവാണെങ്കിൽ, ഇഫ് ഐ എം കോൺഷ്യസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, വേർ ഐ സ്റ്റാൻഡ് ഇസ് ഹോളി ഗ്രൗണ്ട്. ഇത് മനസ്സിലാക്കണം. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ തൻ്റെ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ വേ യു സ്റ്റാൻഡ്, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലം അതിവിശുദ്ധമാണ്. If you are a teacher, when you stand to teach your children, if you are a believer of the Lord Jesus, where you stand is holy ground. If you are a homemaker, നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവർ, നിങ്ങൾ ആ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ സംബന്ധിച്ച്, ഇഫ് യു ആർ കോൺഷ്യസ് ഓഫ് ഹിസ് പ്രസൻസ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലം. ഇത് മനസ്സിലാക്കണം. അല്ലാതെ ആ കൺവെൻഷൻ അങ്ങോട്ട് പോകാൻ നേരം ഒരു എക്സ്ട്രാ പ്രാർത്ഥനയുണ്ട് അല്ലേ, ഞാൻ എൻ്റെ കാര്യമാണ്. കാരണം എന്നാ, കർത്താവേ ഇന്ന് നിന്റെ മക്കളെ നീ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം. അപ്പോൾ നമ്മൾ ഭയങ്കര അതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ഞാൻ രാവിലെ പോയി എൻ്റെ പ്രസന്റേഷൻ നടത്തുമ്പോൾ. അങ്ങനെ ആയിരിക്കണം ദൈവമക്കൾ എവിടെ ചെന്നാലും അങ്ങനെ ആയിരിക്കണം. വി ഷുഡ് ബി. ഞാൻ സങ്കടത്തോടൊരു കാര്യം പറയട്ടെ, സങ്കടത്തോടെ പറയാം, പലപ്പോഴും ദൈവമക്കളാണ് ഏറ്റവും വലിയ ഉഴപ്പന്മാർ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ കുറച്ച് ബിസിനസ്സൊക്കെ ദുബായ് ചെയ്യും. അപ്പം എന്നെ സാറേന്ന് വിളിക്കും, സാറേ എനിക്കൊരു 5 പേരെ റിക്രൂട്ട് ചെയ്യണം, പിന്നെ ഈ ബിലീവറിനെ ഒന്നും ഇങ്ങോട്ട് വിട്ടേക്കരുതെന്ന് പറയും. ബിലീവർ, പുള്ളി ഇങ്ങനെ കോട്ട് അൺകോട്ട് എന്നാണ് പറഞ്ഞത്, ഈ ബിലീവറിനെ ഒന്നും ഇങ്ങോട്ട് വിട്ടേക്കരുത്. അതെന്നാ? ഇതുപോലെ വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ പറ്റാത്തൊരു കാറ്റഗറി ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഉഴപ്പ കാറ്റഗറി വേറെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി എന്നോട് പറയാം, എൻ്റെ സ്നേഹിതനാണ്, പുള്ളി ഒരു ബിലീവറാണ് കേട്ടോ, പക്ഷെ പുള്ളി എന്നോട് പറയാ ഈ ബിലീവർ കാറ്റഗറി ഒന്നും ഇങ്ങോട്ട് വിട്ടേക്ക്. ദൈവത്തിൻ്റെ കാരണമായാലും എൻ്റെ ടീമിൽ ഞാൻ ഹയർ ചെയ്തിരിക്കുന്ന എല്ലാം എൻ്റെ മിനിസ്ട്രി സഹായിക്കുന്ന ബിലീവേഴ്സായിട്ടുള്ള നമ്മുടെ പയ്യന്മാർ എക്സലൻ്റ് അറ്റ് വർക്ക്. വളരെ സന്തോഷത്തോടും വളരെ പ്രാഗൽഭ്യത്തോടും ഞാൻ പറയാൻ ആഗ്രഹിക്കും, ദേ ആർ എക്സലൻ്റ് അറ്റ് വർക്ക്. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള റെപ്യൂട്ടേഷൻ വളരെ ഹൈ ആണ്. പക്ഷെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവൻ ഈ ഓവർ സ്പിരിച്വൽ പരിപാടിക്കൊന്നും പോയില്ലെങ്കിലും അവൻ ചെയ്യുന്നത് കർത്താവിന് എന്ന വണ്ണം ചെയ്താൽ, യുനോ, അവിടെ പറയുന്നത് എന്തുവാ, ഹി ഷുഡ് ഡു ഇറ്റ് വിത്ത് സിൻസിയറിറ്റി ഓഫ് ഹാർട്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല. എന്ന് പറഞ്ഞാൽ ബോസ് വരുമ്പോഴത്തേക്ക് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, അതുമല്ല. ഏതാ ഈ ബോസ് ഷോപ്പ് ഫ്ലോറിലുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്ന് ആളുകൾ ഭയങ്കര അടിയും ബഹളവും കുത്തും വർക്കും ഒക്കെ ചെയ്യുക. ബോസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെന്താ, ആ ബോസിനെ പറയാൻ ഇല്ലാത്ത പിന്നെ വേറെ ഒന്നുമില്ല, പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ബോസന്മാരെ കുറ്റം പറയുമ്പോഴേ ഒരു വിശ്വാസിയാണെങ്കിൽ കൂട്ടം ചേർന്ന് കുറ്റം പറയരുത് കേട്ടോ. ഞാൻ പറയുക, ആ ബോസ് ഒരു നല്ല മനുഷ്യനല്ലായിരിക്കാം, എന്നാലും കൂട്ടും കൂടി ഡോണ്ട് ഡു ബാക്ക് ബൈറ്റിംഗ്, ബാക്ക് സ്റ്റാബിങ്, ഈ പരിപാടി ഒന്നും കാണിക്കരുത്. പൊളിറ്റിക്സിലൊന്നും ഇൻവോൾവ് ആകരുത്. അത് വളരെ കെയർഫുൾ ആയിരിക്കണം. പക്ഷെ എങ്ങനെയാ ചെയ്യേണ്ടത്? ദൈവം എന്നെ കാണുന്നു. അപ്പം ബോസിന് ഒരു ബോസ് ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പം ആ ബോസ് ഞാൻ എന്ത് ചെയ്താലും കാണുന്നു എന്നുള്ളത്. ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ കർത്താവിനെന്ന വണ്ണം ചെയ്യുക. ഞാനൊരു പ്രസൻറ്റേഷൻ ചെയ്താൽ കർത്താവിനെന്ന വണ്ണം ചെയ്യുക. ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ കർത്താവിനെന്ന വണ്ണം. സോ ഓൾവേസ് ഡു ഇറ്റ് ആസ് എ ഗോഡ് പ്ലീസർ. അതുകൊണ്ടാണ് ഡൂയിങ് ഇറ്റ് വിത്ത് ഓൾ യുവർ മൈറ്റ്. എന്ത് ചെയ്താലും നിങ്ങളുടെ കൈയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഏറ്റവും ശക്തിയോടെ കൂടെ ചെയ്യണം, ഏറ്റവും നന്നായി ചെയ്യണം. എന്ത് ചെയ്താലും, ക്വയറി പാടാനാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുക, ജോലി സ്ഥലത്ത് പോയി പ്രസൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുക, വീട്ടു ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും നല്ലതുപോലെ. യു മൈറ്റ് നോട്ട് ബി
ദ ഫസ്റ്റ് ഇൻ എവറിത്തിങ്. എന്നെക്കാട്ടിൽ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ കാണും, കുഴപ്പമില്ല. ബട്ട് യു ഷുഡ് ഡു ദ ബെസ്റ്റ് ദാറ്റ് യു ക്യാൻ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും പറയുന്നത്, യു മൈറ്റ് നോട്ട് ബി ദ ഫസ്റ്റ്, ബട്ട് യു ഷുഡ് ഡു യുവർ ബെസ്റ്റ്. എല്ലാ കാര്യത്തിലും എനിക്ക് ഒന്നാമനാകാൻ ഒക്കത്തില്ല, എല്ലാവർക്കും കൂടെ ഒന്നാകാൻ ഒക്കത്തില്ലല്ലോ. റാങ്ക് നമ്പർ 1 ആകാൻ പറ്റുമോ? ഒക്കത്തില്ല. പക്ഷെ എനിക്ക് സാധിക്കുന്നതിൻ്റെ ഏറ്റവും നന്നായി ഞാൻ ചെയ്യണം. എന്നെക്കാട്ടി നന്നായി പ്രസംഗിക്കുന്ന ഒരു കാണും, പക്ഷെ എനിക്ക് സാധിക്കുന്നതിൽ ഏറ്റവും നന്നായി ഞാൻ പ്രസംഗിക്കണം. എന്നേക്കായി നന്നായി പാടുന്നവർ കാണും, പക്ഷെ എനിക്ക് പറ്റുന്നതിൽ ഏറ്റവും നന്നായി ഞാൻ പാടണം. ഐ ഷുഡ് കണ്ടിന്യൂലി ഇംപ്രൂവ്. ഓൾവേസ് എന്നെക്കാട്ടിലും പഠിക്കാൻ കഴിവുള്ളവർ കാണും, പക്ഷെ എനിക്ക് പഠിക്കാവുന്നതിൽ ഏറ്റവും നന്നായി ഞാൻ പഠിക്കണം. കാരണം കർത്താവിന് എന്ന വണ്ണമാണ് ഞാനിത് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു സബോർഡിനേറ്റ് ആണെങ്കിൽ നമ്മുടെ ബോസന്മാരോട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. ഇനിയിപ്പോൾ ഒരു ബോസ് ആണെങ്കിലോ, ഒരു ബോസ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കണം? 9-ാമത്തെ വാക്യം, യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി ഒഴിവാക്കുകയും ചെയ്യുവിൻ. അപ്പോൾ രണ്ടുപേരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദാസനും യജമാനും അറിഞ്ഞിരിക്കേണ്ട കാര്യം, എന്തോ ആയാലും സ്വർഗത്തിൽ ഒരു യജമാനുണ്ടെന്ന് നമ്മൾ മറക്കരുത്. ദർ ഇസ് എ മാസ്റ്റർ ഇൻ ഹെവൻ. അത് ആദ്യം മനസ്സിലാക്കണം. അത് ബോസും മനസ്സിലാക്കണം, കീഴെ വർക്ക് ചെയ്യുന്ന ആളും മനസ്സിലാക്കണം. ദർ ഇസ് എ ബോസ് ഇൻ ഹെവൻ. എൻ്റെ എക്സാമ്പിൾ, ഞാനൊരു ബോസ് ആണെങ്കിൽ എൻ്റെ എക്സാമ്പിൾ ആരാണ്? ഇപ്പം നിങ്ങളൊരു മാനേജർ ആയിരിക്കും ഒരു കമ്പനിയിൽ, അല്ലെ മാനേജേഴ്സിൻ്റെ മാനേജർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു VP ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ. എൻ്റെ റോൾ മോഡൽ ക്രിസ്തു ആയിരിക്കണം. ക്രിസ്തു എങ്ങനെ മാനേജ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കണം ഞാൻ മാനേജ് ചെയ്യേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം എൻ്റെ അതിലൊരു കാര്യമാണ് മുഖപക്ഷം പാടില്ല. ഒരാളെ ഫേവർ ചെയ്തു മറ്റേ ആളിനെ ഫേവർ ചെയ്യാതെ ഇരിക്കരുത്. റിവാർഡിങ് അച്ചീവ്മെന്റ് ഇസ് ഫൈൻ. അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ച് അവരെ റിവാർഡ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെങ്കിൽ മുഖപക്ഷം കാണിക്കാൻ പാടില്ല. ഒരുപാട് ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാകുന്നതിൻ്റെ കാരണം മുഖപക്ഷം കാണിക്കുന്നതുകൊണ്ട്. മുഖപക്ഷം പാടില്ല. അത് മാത്രമല്ല, ഭീഷണി വാക്ക് പാടില്ല. ഡോണ്ട് ട്രീറ്റ് ദം ഇൻ ത്രെറ്റനിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പെർഫോം ചെയ്യുന്നില്ല, നിരന്തരമായി നിങ്ങൾ ശ്രമിച്ചിട്ടും ആൾ പെർഫോം ചെയ്യുന്നില്ല, അയാളെ പറഞ്ഞു വിടണമെങ്കിൽ വിട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഈ ത്രെറ്റനിങ് ഉണ്ടല്ലോ, ഭീഷണിയുടെ വാക്ക്, അത് ഒഴിവാക്കണം. ചിലരാണെങ്കിൽ ഒരുപാട് ഭീഷണിയുടെ വാക്കുകളാണ്. അപ്പം നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർ ഭയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പാടില്ല. യു ഷുഡ് ഗിവ് ദം ദ ഫ്രീഡം ക്രൈസ്റ്റ് ഗിവ്സ് യു. കർത്താവ് എന്നെ ഭീഷണിപ്പെടുത്തിയാണോ? അല്ല. ഭീഷണിപ്പെടുത്തിയാണോ എന്നെ ഓരോ ദിവസവും നയിക്കുന്നത്? അല്ല. ആ ഭീഷണിയുടെ വാക്ക് നമ്മൾ പാടില്ല. അതുകൊണ്ട് നമ്മൾ യജമാനനാണെങ്കിലും അടിമയാണെങ്കിലും മുകളിലൊരു യജമാനനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. മനസ്സിലാക്കേണ്ട വിഷയം, ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ പറയാം, പക്ഷേ ചെറി, യു ഡോണ്ട് നോ മൈ ബോസ്. എൻ്റെ ബോസിനെ നിങ്ങൾക്ക് അറിയത്തില്ല. പിശാച് കഴിഞ്ഞാൽ പിന്നെ റാങ്ക് നമ്പർ 2 ആണ് ഇദ്ദേഹം എന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ വെച്ചിരിക്കുന്നത്. അപ്പം തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ തന്നെ അറിയാവുന്ന എല്ലാ വിധത്തിലുള്ള ശാപവാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനായിരിക്കും നിങ്ങളുടെ ബോസ് എന്ന് വിചാരിച്ചു. നിങ്ങൾ 5 വർഷമായി ഒരേ പൊസിഷനിൽ നിന്നിട്ട് നിങ്ങൾ യഥാർത്ഥമായി വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ തരാത്ത ബോസ് ആയിരിക്കാം. ഞാനൊരു കാര്യം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളോട് പറയാം. പ്രൊമോഷൻ കംസ് ഫ്രം ദ ലോർഡ്. നിങ്ങൾക്ക് വേണ്ടിയ പ്രൊമോഷൻ വരുന്നത് മനുഷ്യരുടെ കയ്യിൽ നിന്നല്ല, ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ വിശ്വസ്തമായി ചെയ്യേണ്ടത് ചെയ്ത് ദൈവിക പ്രമാണം അനുസരിച്ച് സകലത്തിലും നിങ്ങളുടെ യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നാൽ സമയമാകുമ്പോൾ, അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഗോഡ് വിൽ ഗിവ് യു ദ പ്രൊമോഷൻ. നിങ്ങൾ അതിനെ ചൊല്ലി ഒരു കാരണവശാലും നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ വിശ്വസ്തരാണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ദൈവം തുറന്നു തരുന്ന വഴികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ വാതിലുകൾ തുറന്നു തരും. യു ഡോണ്ട് ഹാവ് ടു വറി. പക്ഷെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ സാക്ഷ്യം കൊണ്ട് നിങ്ങളൊരു വിശ്വാസിയാണെന്നുള്ളത് നിങ്ങളുടെ ബോസ് അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ കീഴെ വർക്ക് ചെയ്യുന്നവരും അറിഞ്ഞിരിക്കണം. സോ ബോസസ് ബി കൺസിഡറേറ്റ് ആൻഡ് സബോർഡിനേറ്റ്സ് ബി റെസ്പെക്ട്ഫുൾ. ഇത് രണ്ടും നമ്മൾ ഒരിക്കലും ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാകരുത്. ഒരിക്കലും ആകരുത്. നമ്മൾ ഒരിക്കലും ബാക്ക് ബൈറ്റിംഗ് ക്ലബിനകത്ത് നമ്മൾ ആകരുത്. കാരണം വിശ്വാസി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇസ് ഡിഫറെൻറ്റ്. ലോകത്തിലുള്ളവരെല്ലാം അതിൻ്റെ ഭാഗമായാലും പൊളിറ്റിക്സ് കളിച്ചില്ലെങ്കിൽ വളരാൻ സാധിക്കും. ദാനിയേൽ എന്നാ പൊളിറ്റിക്സ് കാണിച്ചു വെച്ചാൽ പ്രധാനമന്ത്രിയായത്? യു ഡോണ്ട് ഹാവ് ടു ബി പാർട്ട് ഓഫ് ദ ഓഫീസ് പൊളിറ്റിക്സ്. നിങ്ങളെ ദൈവം ആക്കി വെച്ച സ്ഥലത്ത് നിങ്ങൾ വിശ്വസ്തമായിട്ടിരിക്കുക, ആൻഡ് ഗോഡ് വിൽ ബ്രിങ് പ്രൊമോഷൻ ടു യു. അതുകൊണ്ട് മക്കളെ, അപ്പനമ്മമാർക്ക് കീഴടങ്ങിയിരിക്കും.
ഒബേ ദം, ഓണർ ദം. അപ്പോൾ നമ്മൾ പ്രായത്തിൽ കുറവാകുമ്പോൾ അവരുടെ വീടിൻ്റെ കീഴിലായിരിക്കുമ്പോൾ അവരെ അനുസരിക്കുക. നമുക്ക് പ്രായമാകുമ്പോൾ അവരെ ബഹുമാനിക്കുക. എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്? അവർക്ക് വേണ്ടി കരുതുക, അവർക്ക് ആവശ്യമായിട്ടുള്ളത് ചെയ്തു കൊടുക്കുക, സ്നേഹത്തോടെ അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടുക. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ഇഫ് യു ആർ സബോർഡിനേറ്റ്സ്, നമ്മൾ നമ്മുടെ ബോസന്മാരോട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ കേട്ടു. അനുസരിക്കുക, ദൃഷ്ടിസേവയല്ല, കർത്താവിന് എന്ന വണ്ണം നമ്മുടെ ജോലി ചെയ്യുക, നന്നായി ചെയ്യുക, എക്സൽ ചെയ്യുക. നമ്മളൊരു ബോസ് ആണെങ്കിൽ, ഒരു മാനേജർ ആണെങ്കിൽ അവരെ ഭീഷണി വാക്ക് മുഴക്കി അവരെ പേടിപ്പിക്കുകയോ അതുപോലെ തന്നെ മുഖപക്ഷം കാണിക്കുക, ഫേവറിറ്റിസം കാണിക്കാതെ ഇരിക്കുക. നമ്മുടെയൊക്കെ മുകളിൽ ഒരു യജമാനൻ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ കർത്താവ് ക്രിസ്തു ആയിരിക്കട്ടെ നമ്മുടെ നമ്മുടെ ദൃഷ്ടാന്തം. അപ്പോൾ നമ്മളൊരു യജമാനനാണെങ്കിൽ ക്രിസ്തു ആയിരിക്കട്ടെ നമ്മുടെ ദൃഷ്ടാന്തം. നമ്മളൊരു അടിമ ആണെങ്കിൽ ക്രിസ്തു ആയിരിക്കട്ടെ ദാസ്യ വേഷമെടുത്ത ക്രിസ്തു. ലെറ്റ് ഹിം ബി ആർ എക്സാമ്പിൾ. സോ നമ്മുടെ എല്ലാത്തിലും, ഭാര്യ ആണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അമ്മയപ്പന്മാരാണെങ്കിലും അടിമയാണെങ്കിലും യജമാനാണെങ്കിലും ക്രിസ്തുയേശുവിൽ നമ്മളെല്ലാം ഒന്നാണ്. നമുക്ക് രണ്ട് ലെവലില്ല. പക്ഷെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ ഓർഡറിൽ ക്രിസ്തു ആയിരിക്കട്ടെ നമ്മുടെ മാതൃക. വെൻ വി ഹാവ് ടു സബ്മിറ്റ്, ലെറ്റ് us submit like Christ. വെൻ വി ഹാവ് ടു ലീഡ്, ലെറ്റ് us lead like Christ. ക്രിസ്തു ആയിരിക്കട്ടെ എല്ലാത്തിലും നമ്മുടെ മാതൃക ആട്ടെ. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആദരിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ബഹുമാനിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവരെ കരുതുവാൻ, അവരെ സ്നേഹിപ്പാൻ, കർത്താവെ അവരെ ബഹുമാനിപ്പാൻ, അവരെ അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയാണല്ലോ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തുറന്നു തന്നിരിക്കുന്നത്. കർത്താവെ, അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജോലി സ്ഥലത്ത് നല്ല ബന്ധങ്ങൾ പുലർത്തുവാനുള്ള കൃപ. കർത്താവ്, ഞങ്ങൾക്കൊരു ടീം അങ്ങ് തന്നിട്ടുണ്ടെങ്കിൽ അവരെ ക്രിസ്തു നയിച്ചതുപോലെ നയിക്കാനുള്ള കൃപ. ഭീഷണി വാക്കുകളല്ല, സ്നേഹത്തിൽ, സെർവൻറ്റ് ലീഡർഷിപ്പിൽ അവരെ നയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല കർത്താവെ, ഞങ്ങൾക്ക് ബോസ് ഉണ്ടെങ്കിൽ കർത്താവെ കീഴ്പ്പെട്ട് നിൽപ്പാൻ, കർത്താവെ അനുസരിപ്പാൻ, നല്ല വേല ചെയ്യാൻ, ലോട്ട് ടു എക്സൽ അറ്റ് ആ വർക്ക് പ്ലേസ്, നന്നായിട്ട് ജോലി ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റുവാനും ക്രിസ്തുവിന് മഹത്വം നൽകുവാനും ഞങ്ങളുടെ എല്ലാ മേഖലകളും എടുത്ത് അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു. കൃപയോടെ